തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധികം ദൂരമില്ല. അപ്പോഴത്തേക്കും എല്ലാ പദ്ധതികളുമൊക്കെ തയ്യാറാക്കി പദ്ധതികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് മുന്നണികൾ. തിരുവനന്തപുരത്ത് നഗരസഭയിലെ ഭരണം പിടിക്കാൻ ബിജെപി അണിയറ നീക്കങ്ങൾ സജീവമാക്കിയെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നിരുന്നു. സമാനമായ രീതിയിൽ നീക്കങ്ങൾ തുടങ്ങുകയാണ് കോൺഗ്രസ് ക്യാമ്പും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്ന മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മത്സരരംഗത്തിറക്കി പോരാട്ടം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. AICC സെക്രട്ടറി PC വിഷ്ണുനാഥനാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല. 100 അംഗ കൗൺസിലിൽ 10 അംഗങ്ങൾ മാത്രമുള്ള ദയനീയ സാഹചര്യത്തിൽ നിന്ന് നഗരസഭയുടെ ഭരണം പിടിക്കാൻ പാതിയിലേറെ സീറ്റിൽ ജയം ലക്ഷ്യമാക്കിയാണ് UDFന്റെ രാഷ്ട്രീയ നീക്കം. നഗരഭരണം കൈയാളുന്ന LDFന് 51 അംഗങ്ങളും മുഖ്യപ്രതിപക്ഷമായ NDAയ്ക്ക് 34 അംഗങ്ങളുമാണ് നിലവിലുള്ളത്. നഗരപരിധിയിൽ BJP സ്വാധീനമുറപ്പിക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരമേഖലയിൽ നിന്നുള്ള വോട്ട് വിഹിതത്തിൽ അത് പ്രകടമാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കരുതലോടെയുള്ള UDF നേതൃത്വത്തിന്റെ ഇടപെടൽ. മേയർ സ്ഥാനത്തേക്ക് ഒരു മുഖമുയർത്തി കാണിക്കാതെ 10ലേറെ പ്രമുഖരെ വിവിധ മേഖലകളിൽ നിന്നായി മത്സരിപ്പിക്കാനാണ് നീക്കം. MLAമാരായിരുന്ന KS ശബരിനാഥൻ, MA വാഹിദ് എന്നിവർക്ക് പുറമെ മുൻമന്ത്രി VS ശിവകുമാർ, KPCC സെക്രട്ടറിമാരായ ജോൺ വിനീഷ്യസ്, KS ഗോപകുമാർ, JS അഖിൽ, UDF ജില്ലാ ചെയർമാൻ PK വേണുഗോപാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഷജീർ നേമം, വിനോദ് യേശുദാസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗായത്രി R നായർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലക്ഷ്മി അനിൽ തുടങ്ങിയ പേരുകളാണ് മത്സരരംഗത്തേക്ക് നേതൃത്വം സജീവമായി പരിഗണിക്കുന്നത്. ദളിത് പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും സാമുദായിക പ്രാതിനിധ്യവും ഉറപ്പാക്കി ജയസാധ്യത കൂടുതലുള്ള 50 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത പ്രവർത്തനം നേരത്തെ മുതൽ സജീവമാക്കാനാണ് UDF ക്യാമ്പിന്റെ തീരുമാനം. നഗരസഭയിൽ സ്വാധീനം തിരിച്ചുപിടിക്കാനായാൽ നിയമസഭാ മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് KPCC നേതൃത്വം. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. ഗതാഗത തടസ്സമുണ്ടാക്കി പാർട്ടി സമ്മേളനങ്ങളും പരിപാടികളും നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. തൃശൂർ ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസം ഹാജരാകുന്നതിൽ നിന്ന് MV ഗോവിന്ദനെ ഒഴിവാക്കിയിരുന്നു. ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വൈകിട്ട് 4-നാണ് MV ഗോവിന്ദൻ ഹാജരാവുക. മറ്റ് നേതാക്കൾ കഴിഞ്ഞ ദിവസം ഹാജരായി ക്ഷമാപണം നടത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സത്യവാങ്മൂലത്തെ കോടതി വിമർശിക്കുകയും ചെയ്തു. മരട് സ്വദേശി N പ്രകാശ് ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ ഹർജിയാണ് പരിഗണനയിലുള്ളത്.